റെയിൽവേയുടെ പുനലൂർ 110 kV ട്രാക്ഷൻ സബ്സ്റ്റേഷന്റെ വൈദ്യുതീകരണ ജോലികൾ പൂർത്തിയായി. ഈ മാസം അവസാനത്തോടെ വൈദ്യുതി കണക്ഷൻ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. 10 മാസം കൊണ്ടാണ് KSEB പ്രവൃത്തികൾ പൂർത്തീകരിച്ചത്. റെയിൽവേയുടെ പുനലൂർ 110 kV ട്രാക്ഷൻ സബ്സ്റ്റേഷന് വൈദ്യുതി നൽകുന്നതിനായി KSEB നടത്തിവന്ന പ്രവൃത്തികളാണ് പൂർത്തിയായത്. 10 മാസം കൊണ്ടാണ് പ്രവൃത്തികൾ പൂർത്തിയായത്. ഇനി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ പരിശോധന കൂടി കഴിഞ്ഞാൽ സബ്സ്റ്റേഷന് വൈദ്യുതി നൽകും. 2 ആഴ്ചക്കുള്ളിൽ പരിശോധന നടക്കുമെന്നാണ് പ്രതീക്ഷ. അങ്ങനെയെങ്കിൽ ഈ മാസം അവസാന വാരത്തോടെ വൈദ്യുതി ലഭിച്ചേക്കും. ഇതോടെ റെയിൽവേയുടെ 2 കൊല്ലത്തെ കാത്തിരിപ്പിന് അറുതിയാകും. റെയിൽവേ സ്റ്റേഷനിൽ സജ്ജമാക്കിയിട്ടുള്ള സബ്സ്റ്റേഷനിൽ നിന്ന് KSEB സബ്സ്റ്റേഷനിലേക്ക് 2.250 കിലോമീറ്റർ ദൂരത്തിൽ UG വൈദ്യുതി കേബിളും ഒപ്റ്റിക്കൽ ഫൈബർ കേബിളും സ്ഥാപിക്കുന്ന പ്രവൃത്തിയും സബ്സ്റ്റേഷനുകളിൽ പാനലുകളും കണ്ടക്ടറുകളും സ്ഥാപിക്കുന്ന ജോലികളുമാണ് പൂർത്തീകരിച്ചത്. ഇവ സ്ഥാപിക്കാനായി റോഡിൽ കുഴിയെടുത്ത ഭാഗങ്ങൾ പുനഃസ്ഥാപിച്ചു. ഇനി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ നിന്നുള്ള അധികൃതർ സബ്സ്റ്റേഷനുകളിൽ ഉൾപ്പെടെ പരിശോധന നടത്തി അനുമതി നൽകിയാലേ വൈദ്യുതി കണക്ഷൻ നൽകാനാകൂ. പാനലുകളുടെ പരിശോധനയും കമ്മീഷനിങ്ങും ഒപ്പം നടക്കേണ്ടതുണ്ട്. ഈ മാസം 15-ന് വൈദ്യുതി നൽകാമെന്നാണ് KSEB പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും ഇൻസ്പെക്ടറേറ്റിൽ നിന്നുള്ള പരിശോധന നടക്കുന്ന മുറയ്ക്ക് കണക്ഷൻ നൽകാനാകൂ. കഴിഞ്ഞ കൊല്ലം സെപ്റ്റംബറിലാണ് ഭൂഗർഭ കേബിൾ സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രവൃത്തി ആരംഭിച്ചത്. 4 മാസം കൊണ്ട് പൂർത്തിയാക്കാനായിരുന്നു തീരുമാനം. എന്നാൽ വിവിധ കാരണങ്ങളാൽ പൂർത്തീകരിക്കാൻ 10 മാസമെടുത്തു. കൊല്ലം ചെങ്കോട്ട റെയിൽപാതയിൽ വൈദ്യുതി തീവണ്ടികളുടെ യാത്ര സുഗമമാക്കുന്നതിനായാണ് റെയിൽവേയുടെ ട്രാക്ഷൻ സബ്സ്റ്റേഷൻ വൈദ്യുതി എത്തിച്ച് പ്രവർത്തനക്ഷമമാക്കുന്നത്. 95 കിലോമീറ്റർ നീളുന്ന പാതയിൽ കൊല്ലം പെരിനാട്ടെയും തമിഴ്നാട്ടിലെ ചെങ്കോട്ടയിലെയും റെയിൽവേ സബ്സ്റ്റേഷനുകളിൽ നിന്ന് വൈദ്യുതി ലഭ്യമാക്കിയാണ് നിലവിൽ തീവണ്ടികൾ ഓടിക്കുന്നത്. വനമേഖലയിലൂടെയുള്ള പാതയിൽ ഇത്തരത്തിൽ വൈദ്യുതി ലഭ്യമാക്കുന്നത് സാഹസമാണ്. പുനലൂരിലെ ട്രാക്ഷൻ സബ്സ്റ്റേഷൻ കൂടി പ്രവർത്തനക്ഷമമായാൽ പാതയിൽ സുഗമമായി ട്രെയിനുകൾ ഓടിക്കാൻ കഴിയും. ന്യൂസ് ബ്യൂറോ, പുനലൂർ.